അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മുഹ്സിന ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ജനലിനുള്ളിലൂടെ നോക്കി. എൻ്റെ അല്ലാ, എൻ്റെ ഒരു വിധി, എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താ റബ്ബേ ഇങ്ങനെ? എത്ര ആളുകൾ എത്ര സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. എനിക്കെൻ്റെ സിനുവിനെ വിട്ടു പിരിയാൻ തോന്നേയില്ല. പക്ഷേ ഒരിക്കലും ഇനി എനിക്ക് സിനുവിനെ കാണാൻ പറ്റുന്ന ഒരിക്കലും തോന്നില്ല. അതിനുള്ള അവസരം ഉണ്ടാവില്ല. കാരണം പഠിച്ചോനെ, ഉമ്മാക്കെന്താ ഇത്രയൊരു വിഷമം ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നതിൽ? പക്ഷേ ഉമ്മ പറഞ്ഞ വാക്കുകൾ അതെനിക്ക് വിശ്വസിക്കാൻ റബ്ബേ പ്രയാസമുണ്ട്. എൻ്റെ സിനു അങ്ങനെ ചെയ്യുമോ? ഞാനും സിനും ഒരുമിച്ച് കിടക്കുകയായിരുന്നു ആ റൂമിൽ. ഉച്ചഭക്ഷണം കഴിഞ്ഞ് അപ്പോഴാണ് ഉമ്മയുടെ വിളി വന്നത്. എടി മുസ്സിയെ, ഇവിടെ വന്ന് ഈ ഓലക്കൊന്നുകൊണ്ട് വെട്ടി ഇരിഞ്ഞ ചൂലുണ്ടാക്കാനേ. അങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് കയറിപ്പോയത്. പിന്നാലെയായിട്ട് പാവം സിനും വന്നു കഷ്ടകാലത്തിന്. ഉമ്മ പറയുന്നത് ഞങ്ങൾ പ്ലാൻ ചെയ്തതാണെന്നാണ്. എനിക്കറിയില്ല റബ്ബേ, ഞാൻ ആരോടാണ് സത്യം ചോദിച്ചറിയാം. സിനുവിനോടൊന്ന് ചോദിക്കാൻ ഫോണില്ല. പിന്നെ ഫോണ് ഉമ്മയുടേതുണ്ട്, ഒന്ന് വിളിച്ചു നോക്കാനെങ്കിലും എനിക്കറിയുന്നില്ല. അല്ലെങ്കിൽ പിന്നെ ഷാഹിനിയുടെ കൂടെയുള്ള ജീവിതം, അതിനു വേണ്ടിയിട്ട് എന്നെ മനഃപൂർവ്വം ഒഴിവാക്കണോ? മുഹ്സിന തേങ്ങിക്കരഞ്ഞു. എങ്ങനെയെങ്കിലും ഉമ്മയുടെ ഫോൺ എടുക്കണം, സിനുവിൻ്റെ നമ്പറിലേക്കൊന്ന് വിളിക്കണം. നാളെയാണ് റബ്ബേ റിസൾട്ട് കിട്ടുന്ന ദിവസം. ഇനി എന്തൊക്കെയാണാവോ? എനിക്ക് ചെറുപ്പത്തിലൊന്നും മരുന്ന് കുടിച്ചതായിട്ട് ഓർമ്മയില്ല. പിന്നെ ഇടയ്ക്കിടെ തരുന്ന ഈ ഒരു ഹെൽപ്പർമാർ തരുന്ന ഹെൽത്ത് സെൻ്ററിൽ നിന്ന് വൈറ്റമിൻസിൻ്റെ മെഡിസിൻ അങ്ങനെയൊക്കെയുള്ളതൊക്കെ അല്ലാതെ ഞാൻ സ്ഥിരമായിട്ട് ഒരു ഗുളിക കൊടുക്കുന്ന പേഷ്യൻ്റേ അല്ല. ഇനി എന്തൊക്കെയാണാവോ അതിലടങ്ങിയിരിക്കുന്നത്? എനിക്കറിയുന്നില്ലല്ല. മുഹ്സിനക്ക് ശരീരത്തിന് ഇടയ്ക്കിടെ അസ്വസ്ഥത അനുഭവപ്പെടുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞിരുന്നു അത് ശരിയായി ക്ലീൻ ചെയ്ത് ഒഴിവാക്കാതെ ജീവിതത്തിൽ ശരീരത്തിന് ഒരു സുഖമുണ്ടാവില്ല എന്നത്. പക്ഷേ എന്തിൻ്റേതാണെന്ന് കറക്റ്റായി അറിയുവാൻ വേണ്ടി സാമ്പിൾ അയച്ചിട്ടുണ്ട്. റിസൾട്ട് നാളെ കിട്ടുമെന്നാണ് പറഞ്ഞത്. എനിക്കറിയുന്നില്ല. അവൾ വെറുതെ അതാ ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുന്നു. എൻ്റെ സിനു സിനു അങ്ങനെ ചെയ്യുമോ? എനിക്കറിയുന്നില്ല. എൻ്റെ സിനു അങ്ങനെ ചെയ്യൂല. അങ്ങനെയാണെങ്കിൽ വയനാട്ടിൽ റിസോർട്ടിൽ പോയി എന്നോട് കൂടെ. അപ്പോൾ അതൊക്കെ അഭിനയമായിരുന്നോ? വെറും സിനു, എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഒരുപാട്. വെറുക്കാൻ കഴിയണില്ല. എങ്ങനെയെങ്കിലും ഉമ്മയുടെ ഫോൺ എടുത്ത് വിളിക്കണം, ഒന്നുമില്ലെങ്കിൽ മെസ്സേജ് അയക്കണം. അല്ലാതെ പറ്റില്ല. അവൾക്ക് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട്, പ്രയാസം അനുഭവപ്പെടുകയാണ്. കയ്യിൽ ഫോണുമില്ല, സിനുമില്ല. എന്താ റബ്ബേ, എവിടെയാണ് സ്ഥിതി? എന്തൊക്കെയാണോ? എല്ലാവരും കൂടി സിനുവിനെ ഉപദ്രവിക്കുന്നുണ്ടാവും റബ്ബേ. പഠിച്ചോനെ, എനിക്ക് വേണ്ട, എന്നാലും ഉപദ്രവിക്കരുതേ. പാവാണ് അല്ലാ. മോളെ മുഹ്സിയെ, ഉമ്മ വന്ന് വിളിക്കുന്നു. അല്ല കുട്ടിയെ, എന്തേ മഗ്‌രിബിൻ്റെ നേരത്ത് ജനനം തുറന്നിട്ട് നിൽക്കണേ? അങ്ങോട്ട് അടിച്ചാണി മാനുട്ടി, എന്തേ അവിടെ നിൽക്കണേ? ഇങ്ങോട്ട് പോന്നാ. ഒന്നുമില്ലമ്മ, കാറ്റ് കൊള്ളാനോ? അതെന്താ? അതിനല്ല ഫാന്. ഇങ്ങോട്ട് പോന്നാ. എൻ്റെ കുട്ടിയെ, ഉമ്മാൻ്റെ കുട്ടീനോട് ഞാൻ സ്നേഹം കൊണ്ട് പറയാണ്. ഏതൊരു ഉമ്മാർക്കും സഹിക്കാൻ പറ്റാത്തതാണ് കാണുന്നതും കേൾക്കുന്നതൊക്കെ. എൻ്റെ കുട്ടീൻ്റെ ജീവന് ഇന്നോളം വേദന ഒരാൾക്കും ഉണ്ടാവില്ല. ഞാനാണ് എന്നെ പെറ്റത്. ഉമ്മാൻ്റെ കുട്ടീനെ നൊന്ത് പ്രസവിച്ച് ഞാനാണ്. എനിക്ക് ഉപ്പ കൂടില്ല. അപ്പോൾ ഉമ്മാൻ്റെ വേദന ആർക്കും ഉണ്ടാവില്ല. ഉമ്മാൻ്റെ കുട്ടി ദയവായി ഓനെക്കുറിച്ച് ഓർക്കരുത്, ഓലെ വീട്ടുകാരെ കുറിച്ച് ഓർക്കരുത്. പോകണ്ട. എൻ്റെ കുട്ടി, ഞാൻ കഞ്ഞി കുടിക്കേണ്ട എൻ്റെ കുട്ടിക്ക് തരും. എന്നാലും എൻ്റെ പൊന്നുമോളെ പട്ടിണിക്ക് ഇടൂല. ഉമ്മാൻ്റെ പൊന്നുമോളെ, അതിനെക്കുറിച്ചൊന്നും ആലോചിക്കരുത് കേട്ടോ. നല്ല മോളല്ലേ. മുഹ്സിന ഉമ്മയുടെ നെഞ്ചിലേക്ക് മുഖമമർത്തി കരഞ്ഞു. ഉമ്മ മോളെ എന്താ? അവളുടെ മുടിയിഴകളിലൂടെ ഉമ്മ തലോടിക്കൊണ്ട് പറഞ്ഞു. ഉമ്മാൻ്റെ കുട്ടി ഒന്നും ആലോചിക്കില്ലേ, എൻ്റെ കുട്ടീൻ്റെ ജീവൻ എനിക്ക് വേണം, അതുകൊണ്ടാണ്. ഉമ്മ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താ എൻ്റെ പൊന്നു മോളെ പറയണത്?
ഉമ്മ എനിക്ക് സീനും ഇല്ലാതെ കഴിയണില്ലമ്മ, എനിക്ക് ജീവിക്കാൻ കഴിയണില്ല. ഞാൻ എന്താ ചെയ്യുക? അല്ലാ കുട്ടിയെ, എൻ്റെ പൊന്നുമോൾക്ക് ഇത്രയൊക്കെ പോലും ഉപദ്രവിച്ചിട്ടും ഇല്ലമ്മ, സീനു ഉപദ്രവിക്കൂല, സീനു അങ്ങനെ ചെയ്യൂല. മോളെ, ഓൻ്റെ അമ്മയാണ് വിളിച്ച് പറഞ്ഞത് ഒരു പ്ലാനിങ് ആണൊക്കെയെന്ന്. അത് മറ്റേ പെണ്ണിൻ്റെ കൂടെ കിടക്കാനും ഓളെ മാത്രമാക്കാനുള്ള പ്ലാനിങ് അന്നെ ഒഴിവാക്കാനായിട്ടുള്ള അതാണ് ഞാൻ പറഞ്ഞത്. ഓൻ്റെ പെറ്റുമ്മ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആര് പറഞ്ഞതാ മോളെ ഞാൻ വിശ്വസിക്കുക? ഓലമ്മ പറഞ്ഞത് കാൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും ഏതൊക്കെയാന്നുള്ളത്. ഉമ്മാൻ്റെ കുട്ടി, നിങ്ങളൊന്ന് മനസ്സിലാക്ക് മോളെ. നമ്മളെ പറ്റിക്കാൻ നിരവധി കപട മുഖങ്ങളുണ്ടാവും, അതൊന്നും നമ്മൾ തിരിച്ചറിയുന്നില്ല. ഓല് ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളാണ്. എൻ്റെ കുട്ടിക്കത് മനസ്സിലായിട്ടില്ല. ഇത്രയായിട്ടും അന്ന് തന്നെ പോകേണ്ട വെച്ചാൽ മതിയായിരുന്നു. ഇപ്പോഴും ഇത്ര വലിയൊരു അപകടം കണ്ടില്ലേ കയ്യൊക്കെ ആയത്. അതുമാത്രമല്ല, ഇടയ്ക്ക് ക്ഷീണം, പ്രയാസം, തളർച്ചയൊക്കെ, അതും എന്തോ പഠിച്ചോനറിയാം. ഉമ്മാൻ്റെ പൊന്നുമോൾ ക്ഷമിക്കണം, ക്ഷമിച്ചിവിടെ നിൽക്കുക നമുക്ക്. അള്ളാഹു ഏതെങ്കിലും കാലത്ത് നല്ല ബന്ധങ്ങൾ വരുമ്പോൾ, ഹേയ് ഉമ്മ, നോ പ്ലീസ്, നോ, ഒരിക്കലും അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കൂടെ പോലുമില്ലമ്മ. ജീവിതത്തിൽ മുഹ്സിനൊരു ഭർത്താവുണ്ടെങ്കിൽ അത് സിനാൻ മാത്രമാണ്. അല്ലാതെ എനിക്ക് വേറൊരു ആളിനെക്കുറിച്ച് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ലോ ഉമ്മ. അവൾ ഉമ്മയുടെ നെഞ്ചിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞു. ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. പഠിച്ചോനെ, എൻ്റെ കുട്ടീൻ്റെ ഉപ്പുണ്ടെങ്കിൽ കുറച്ച് വിഷമങ്ങൾ എനിക്ക് ഷെയർ ചെയ്യായിരുന്നു. മോന് പോകുകയും ചെയ്തു. പെട്ടെന്ന് കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു. അതെ, ആങ്ങളയുടെ വൈഫിൻ്റെ റൂമിൽ നിന്ന് ആങ്ങളെ പോയിട്ടുണ്ട്. മുഹ്സിനെ ഡിസ്ചാർജ് ചെയ്ത ശേഷം കുഞ്ഞ് കരയുന്നു. കുഞ്ഞിനെ അതാ മുഹ്സി എടുക്കാൻ വേണ്ടി ഓടുന്നു. മോളെ ശരിക്ക് പിടിക്കാനായിട്ടോ. അതിനെ വാരിയെടുക്കുന്നു. ആ കുഞ്ഞിനെ അവൾ ഒരുപാട് മുത്തം വയ്ക്കുന്നു. പഠിച്ചോനെ അല്ലാ, ഈ കുഞ്ഞിൻ്റെ ബർക്കത്ത് കൊണ്ട് പഠിച്ച റബ്ബേ, ഒരു കുറ്റവും ചെയ്യാത്ത ഈ ഒരു പിഞ്ച് പൈതലിൻ്റെ ബർക്കത്ത് കൊണ്ട് അല്ലാ, സത്യങ്ങളെല്ലാം നീ തെളിയിച്ചു തരണം അല്ലാ. ഒരിക്കലും കളവിന് വിജയമുണ്ടാവില്ല എന്നെനിക്കറിയാം. എന്തൊക്കെ തന്നെയാലും സത്യം എളുപ്പത്തിൽ നീ എനിക്ക് പൂർത്തീകരിച്ച് തരണേ അല്ലാ. അത് തെളിയിച്ചു തരണം റഹ്മാനെ. ആ പിഞ്ച് പൈതലിനെ അവൾ മതിവരുവോളം ചുംബിച്ചു. അത് ചിരിച്ചപ്പോൾ ശരിക്കും തൻ്റെ സിനുവിനെ കാണണമെന്ന് അവൾക്ക് ഒരിക്കൽ കൂടി തോന്നുകയാണ്. പഠിച്ചോനെ അല്ലാ, എന്ത് കാര്യത്തിൻ്റെ പേരിലാണ്? എങ്ങനെയെങ്കിലും ഉമ്മയുടെ ഫോൺ അല്ലെങ്കിൽ നാത്തൂൻ്റെ ഫോൺ എടുത്ത് വിളിക്കണം. അത് അവൾ ഉറപ്പിച്ചു. ഉമ്മ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഫോണൊന്നും അടുത്ത് വെക്കാറില്ല. ഉമ്മ അവിടെ ഡൈനിങ് ഹാളിൻ്റെ ഒരു ഭാഗത്തായിട്ട് വെച്ചിട്ട് പോകും. ആ രാത്രി മുഹ്സിനയ്ക്ക് ഉറക്കം വന്നില്ല. ഉമ്മയുടെ ഫോൺ എടുക്കണം, വിളിക്കണം. അവൾ അതാ പതുക്കെ കോണിപ്പടികൾ ഇറങ്ങി വരുന്നു. അവളുടെ കൈ തട്ടി എന്തോ ഒന്ന് നിലത്ത് വീണു. ശബ്ദിച്ചു, മോളെ, എന്താണത് മോളെ? ഉമ്മ, അതൊന്നുമില്ല, ഞാൻ ബാത്റൂമിൽ പോകാൻ വേണ്ടി. ബാത്റൂമിലോ? നിനക്ക് മുകളിൽ റൂം സെറ്റാക്കിക്കണല്ലേ, നിനക്കും മോൾക്കൊക്കെ. അപ്പോൾ അവിടെ ഉണ്ടല്ലോ, മോളത് താഴേക്ക് ഇറങ്ങി വന്നത്. ഒരിക്കലും അതിനായിരുന്നില്ല. ഉമ്മയുടെ ഫോൺ എടുക്കാനാണ് നാത്തൂൻ്റെ ഫോണ് അവളുടെ കയ്യിൽ. പിന്നെ ഡൈനിങ് ഹാളിൽ ഫ്രീ ആയിരിക്കുന്ന ഫോണ് ഉമ്മയുടേത് മാത്രമാണ്. എന്തൊക്കെ തന്നെയായാലും ഒന്ന് വിളിക്കണം സിനുവിനെ. വിളിച്ചെനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കണം, സംസാരിക്കണം. അവൾ പെട്ടെന്നതാ താഴേക്ക് ഇറങ്ങി വരുന്നു. ഉമ്മാക്ക് ഓരോ ചിന്തകൾ. അല്ലെങ്കിൽ ഇപ്പോൾ മുകളിൽ ബാത്റൂം ഉണ്ടായിട്ട് മുഹ്സി എന്തിനെ താഴേക്ക് ഇറങ്ങണം? പഠിച്ചോനെ ശ്രദ്ധിക്കണം. കാരണം ഓനെ മനസ്സിൽ വെച്ച് നിൽക്കണം. ഓൻ അത്രയും കടുപ്പം കാട്ടിട്ട് ഈ കുട്ടീൻ്റെ മനസ്സിൽ ഓൻ മാത്രമാണ്. അവളതാ ഫോൺ എടുക്കുവാൻ വേണ്ടി ഡൈനിങ് ഹാളിൻ്റെ ആ ഭാഗത്തേക്ക് എത്തുന്നു. ഫോൺ എടുത്തു. ഫോൺ പ്രകാശിച്ചു. മോളെ, എന്താ ഇവിടെ വെളിച്ചം? ഉമ്മ വാതിൽ കുറ്റിടാറില്ല. ഉമ്മ പതുക്കെ ഒന്ന് ചാരാറേ ഉള്ളൂ. ഏയ് ഒന്നുമില്ലമ്മ. മോളെ പോയി കിടന്നോ. ഇനിയിപ്പോൾ എന്താ ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കണേ?
ഫോൺ എടുക്കുവാൻ വേണ്ടിയിട്ടാണ് അവൾ വന്നത് എന്നുള്ള കാര്യം ഉമ്മ അറിയുന്നേയില്ല. അവൾ അതാ ഫോണുമായി വേഗം വേഗം കയറിപ്പോകുന്നു കോണിപ്പടുകൾ. എല്ലായിടത്തും ലൈറ്റൊന്നും ഇട്ടിട്ടില്ല. ആ ഒരു ഫോണിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ ഉമ്മാക്ക് എന്തൊക്കെയോ സംശയങ്ങൾ വരുന്നു. റബ്ബേ, ഇനിയിപ്പോൾ രാത്രി കാലങ്ങാനും ഓനെങ്ങാനും വന്നിട്ടുണ്ടാവോ? വാതിലെങ്ങാനും തുറന്നു കൊടുക്കാനായിരിക്കുമോ ഓള് വന്നത്? അങ്ങനെ വരാൻ വഴിയില്ല. ഉമ്മാക്ക് സമാധാനമില്ല. വിശ്വസിക്കാൻ പറ്റൂലേ, ആണും പെണ്ണും ഒത്താലേ എന്തും ചെയ്യും. അതിനിപ്പോൾ എനിക്ക് പേടിയാണ്. റബ്ബേ, ഇഞ്ഞും എൻ്റെ കുട്ടിയിൽ പെടുകയാണല്ലോ. അത്രയും ഓൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് മനസ്സിലാണില്ല. അവൾ ഫോൺ എടുത്തുകൊണ്ട് അതാ റൂമിലേക്ക് ഓടി. ഉമ്മാക്ക് സമാധാനമില്ലായിട്ട് ഉമ്മ റൂമിൽ ലൈറ്റിട്ടു. ഉമ്മ ഡൈനിങ് ഹാളിലേക്ക് വന്നു. പഠിച്ചവൻ എന്തൊക്കെയാണാവോ, റൂമിൻ്റെ വാതിലൊക്കെ കറക്റ്റ് അടച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ ഉറപ്പ് വരുത്തി. താക്കോൽ വെച്ച സ്ഥലത്ത് സുരക്ഷിതമായി ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തി ഉമ്മ ഫോൺ എടുക്കുവാൻ വേണ്ടി അതാ ഡൈനിങ് ഹാളിൻ്റെ ആ ഭാഗത്തെത്തി. അല്ലാ, എവിടെ ഇപ്പോൾ ഫോണ്? ഉമ്മ ആകെ തപ്പിത്തിരയാൻ തുടങ്ങി. പഠിച്ചോനെ, ഫോൺ ഇവിടെ തന്നെയല്ല വെച്ചത്. എവിടെ ഇപ്പോൾ ഇത്? മുസ്തി ഇങ്ങോട്ട് ഇറങ്ങി വന്ന് കണ്ടിരും. പടച്ച റബ്ബേ, ഈ കുട്ടി എന്തൊരു കുട്ടി! ഫോണിട്ടെങ്ങാനും ഓനെ വിളിക്കുമോ? ഉമ്മ പതുക്കെ അതാ മുകളിലത്തെ തട്ടിലേക്ക് കയറി പോകുന്നു. മുസ്തിയെ, അവൾ വിളി കേൾക്കുന്നില്ല. വാതിൽ കുറ്റിയിട്ടിട്ടുണ്ടോ അറിയുന്നില്ല. പടച്ച റബ്ബേ, വല്ലാത്തൊരു... മുസ്തിയെ, മുസ്തിയെ, വാതിൽ തുറന്നാണിമ്മ. അവൾ വാതിൽ തുറന്ന പാടെ അതാ ഫോണിൻ്റെ ലൈറ്റ് അവിടെ പ്രകാശിച്ചു. പെട്ടെന്ന് അവൾ അത് മറച്ചു പിടിച്ചു. മുസ്തിയെ, ഉമ്മാൻ്റെ ഫോണ് കുട്ടിയെടുത്തോ? ഉമ്മ, ഞാനോ? അപ്പോഴേക്കും അതാ ഫോണിൻ്റെ പ്രകാശം വീണ്ടും വന്നിരിക്കുന്നു. ആ, ഇതെടുത്തു. ഇതമ്മ, എന്തിനാ മുസ്തി ഈ ഫോൺ എടുത്ത് കൊണ്ടുവന്നത്? അനക്ക് എൻ്റെ ഭാവി ജീവിതത്തിന് വേണ്ടിയിട്ടില്ല നമ്മളിങ്ങനെ മെനക്കേണ്ടത്. പിന്നെ എന്തിനാ കുട്ടിജി വേണ്ടാത്ത പ്രവൃത്തി ചെയ്യണത്? പറയ് ഉമ്മ. അത് പറയ്. ഈ സിനാനെ വിളിച്ചോ? സിനാനെ ഈ വിളിച്ചോ? പറയ്. ഇല്ല, ഞാൻ വാട്സപ്പ് ഉമ്മാൻ്റെ ഇല്ലായിട്ട് ഞാൻ ഡൗൺലോഡ് ചെയ്ത്. ഓ, എനിക്ക് വാട്സപ്പൊന്നും വേണ്ടല്ലോ, എനിക്ക് കോള് മതി. ഞാൻ ഒരു വാട്സപ്പും ഒരു തേങ്ങയും വാങ്ങി ഞാൻ തൊടലും താക്കലും ഇല്ല. പിന്നെ എന്തിനാ അത്? എന്തിനാ ഈ വാട്സപ്പ്? എനിക്ക് വേണ്ട, ഒക്കെ ഡിലീറ്റ് ചെയ്ത് ഒഴിവായിക്കളാ. എനിക്ക് കോൾ തന്നെ മതി. അങ്ങോട്ട് കാട്ടിക്ക ഫോണ്. മോൻ പ്രത്യേകം പറഞ്ഞേക്കണ് ഫോണ് കൊടുത്തു പോകരുത് ഉമ്മ എന്നുള്ളത്. ഉമ്മ, എനിക്ക് ഉറക്കം വരായിട്ട് എൻ്റെ ഫ്രണ്ട്സ് ഒന്നും എനിക്ക് വേണ്ട. അവിടേക്ക് ഇങ്ങോട്ട് കാട്ടിക്ക ഫോണ്. ഉമ്മ അവളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി. മുസ്തിയെ, എൻ്റെ ഭാവി ഓർത്തിട്ടെങ്കിലും ഇജി ഓരോന്ന് നിൽക്കല്ലോ. ദയവായി എൻ്റെ കുട്ടിയെ, എൻ്റെ ഭാവി ജീവിതം ഓർത്തിട്ടാണ്. അനക്കെന്താ ഇങ്ങനെ ഇടങ്ങാറാണ്? വലിയൊരു പൂതിയ. അല്ല, അത്രക്കും ഒരു കൊല്ലാക്കൊല്ല ചെയ്തിട്ടും ഇജ് എന്ത് കാര്യത്തിലാണ് ഓനക്ക് മെസ്സേജും ചെയ്യണത്, ഫോണൊക്കെ വിളിക്കാൻ നിൽക്കണത്? ഉമ്മ, അത് ഇങ്ങോട്ട് തന്നാളാ. പോര്, എൻ്റെ കൂടെ താഴത്തേക്ക് എൻ്റെ ഒപ്പം കിടക്കുക. അതെനിക്ക് നല്ലത്. ഒറ്റപ്പെട്ട് ഇങ്ങനെ പെണ്ണുങ്ങൾക്ക് എടുക്കാൻ പാടില്ല. ഇങ്ങോട്ട് പോര്. മുസ്തിയെ ഉമ്മ വിളിച്ചു. ഉമ്മ, വേണ്ട, ഞാനിവിടെ കിടന്നോളാം, കുഴപ്പമില്ല. മോളെ, ആ ജനാലൊക്കെ അടിച്ച് എന്തിനാ നട്ടപ്പാതിലൊക്കെ ജനാല തുറന്നിട്ട് കിടക്കണത്? മുകളിലല്ലോ ഉമ്മ, എന്ത് പേടി ഉണ്ടായിട്ടല്ല, അങ്ങനെ അടിച്ചാളാ. ഉമ്മാക്കാകെ ഭയമായിരുന്നു. സിനാനെങ്ങാനും അങ്ങോട്ട് രാത്രി കയറി വരുമോ എന്നായിരുന്നു ഉമ്മയുടെ ഭയം. എന്നാൽ മുഹ്സിനെ വിചാരിക്കുന്നത്, പടച്ച റബ്ബേ, എൻ്റെ പ്രിയപ്പെട്ട സിനുവിനെ ഒരു നോക്കെങ്കിലും എനിക്ക് കാണുവാൻ കഴിഞ്ഞെങ്കിൽ ആ ജനൽ വഴി എന്നായിരുന്നു അവനും വിചാരിച്ചിരുന്നത്. ഉമ്മ ഫോൺ വാങ്ങി താഴേക്കെത്തി. ഉമ്മ സങ്കടപ്പെട്ടു. പടച്ച റബ്ബേ, ഞാൻ എന്താ റബ്ബേ ചെയ്യുക? ഓലെ സ്വഭാവം നല്ലതാണെങ്കിൽ ജീവിച്ചോട്ടൊക്കെയായിരുന്നു. എന്തിനാ പിടിച്ചു വെക്കണം പെൺകുട്ടികളങ്ങനെ സ്വന്തം മാപ്പള്ളിൻ്റെ അടുത്ത് നിന്ന്? പക്ഷെ ഓലെ സ്വഭാവമോ, ഓനിപ്പോൾ സുഖമായി മറ്റോളൊപ്പം കയ്യിലുണ്ടാവും, ഇവളെ ഓർമ്മയുണ്ടാവില്ല. പക്ഷെ ഈ കുട്ടിക്കത് അറിയില്ലല്ലോ. കുട്ടിക്ക് എന്തിൻ്റെ കേടാ റബ്ബേ? പഠിച്ചവരെ നീ മറവി കൊടുക്കല്ല. എൻ്റെ കുട്ടീൻ്റെ ഭാവി ഓർത്തിട്ടെങ്കിലും ഇനി എൻ്റെ കുട്ടീനെ കൊല്ലാക്കൊല ചെയ്യാൻ ഞാൻ സമ്മതിക്കൂല. ആ ഫോൺ വാങ്ങി വന്നപ്പോൾ ഉമ്മാക്ക് സങ്കടമാണ് വന്ന്. റബ്ബേ, എന്തിനാ ഞാൻ വാങ്ങിയത്?
എൻ്റെ കുട്ടീൻ്റെ അടുത്തുനിന്ന് നല്ല മോളായിരുന്നു എൻ്റെ മോള്. ആരെക്കൊണ്ട് ഒന്നും പറയിപ്പിക്കാത്ത, എന്നിട്ടും എൻ്റെ കുട്ടിയോളെ ഭർത്താവ് എന്നുള്ള ചിന്തയിലാണ് ജീവിക്കണത്. പഠിച്ചവനെ എന്ത് കാര്യത്തിലാണ്, എന്തിനാ പഠിച്ചവനെ ഇങ്ങനൊരു പരീക്ഷണം നീ കൊടുക്കണം എൻ്റെ കുട്ടിക്ക്? ഓളനിയെത്തി ഹസനത്ത് നിക്കാഹിനൊരുങ്ങി നിൽക്കുകയാണ്. മുട്ടായി കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഓളുടെ ഒരു ഉസ്താദുമാണ്. ഇനി പറയും വേണ്ടില്ല, ഓളെ നിക്കാഹാണ്ട് ഉറപ്പിച്ചും ചെയ്തു. നിക്കാഹ് കയ്യലും പുതിയാപ്പിളി മുതിർന്നും അങ്ങോട്ട് വരവും പോക്കും ഒക്കെ ആയി കഴിയുമ്പോൾ അത് കാണുമ്പോൾ എത്ര ഇടങ്ങാറുണ്ടാവും എൻ്റെ കുട്ടിക്ക്. പഠിച്ചോൻ അതിൻ്റെ മുമ്പായിട്ട് എൻ്റെ കുട്ടീനെ ആരെങ്കിലും ഒന്ന് എന്നാലും വേണ്ടേ, ഡൈവേഴ്സ് ചെയ്താലും വേണ്ടേ, അതിനും ഉണ്ടാവില്ലേ ഇദ്യം കാര്യങ്ങളും എന്തൊക്കെ. അതൊക്കെ കഴിഞ്ഞിട്ടല്ലേ പറ്റുള്ളൂ. പഠിച്ചോനെ നീ കാത്ത് രക്ഷിക്ക്. ഉമ്മാക്ക് ആ രാത്രി ഉറക്കം വരുന്നേ ഇല്ല. ഉമ്മാക്കാകെ ടെൻഷനാണ്. സിനാനെങ്ങാനും അതുവഴി കയറി വരുമോ, മുഹ്സിനെ എങ്ങാനും അവനെ അകത്തേക്ക് കയറ്റുമോ എന്നുള്ള രീതിയിൽ ആകെ ടെൻഷനാണ് ഉമ്മാക്ക്. മുഹ്സിന ആ രാത്രിയും ജനലിനുള്ളിലൂടെ പുറത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. സിനു, എൻ്റെ സിനു, ഒന്ന് വാ സിനു. മുഹ്സിൻ നിന്നെ കാത്തിരിക്കുന്നു. എനിക്ക് നിന്നെ കാണണം. കാണാതിരിക്കാൻ കഴിയുന്നില്ല സിനു, പ്ലീസ്. എനിക്ക് കഴിയില്ല സിനുവില്ലാതെ ജീവിക്കാൻ, എനിക്ക് കഴിയില്ല. അവൾ അവിടെ ആ ജനൽ കമ്പി പിടിച്ചുകൊണ്ട് കരയുകയായിരുന്നു. പെട്ടെന്നതാ ഉമ്മയുടെ ഫോൺ ബെല്ലടിക്കുന്നു. മുഹ്സിന അത് കേട്ടു. സമയം 11:30 മണി. പഠിച്ചോനെ ഈ സമയത്ത് ആരാണ് ഉമ്മയുടെ ഫോണിലേക്ക് വിളിക്കാൻ? ഉമ്മ അറിയാതെ ഉറങ്ങിപ്പോയെന്ന് തോന്നുന്നു. താഴെ നിന്ന് ഡൈനിങ് ഹാളിൽ നിന്ന് ബെല്ലടി കേൾക്കുന്നു. അവൾ ഇറങ്ങി ഓടുകയാണ്. പഠിച്ചോനെ സിനു ആയിരിക്കുമോ? സിനുവിന് ആദ്യമൊക്കെ ഈ സമയത്തൊക്കെ ഒരു വിളിയുണ്ടായിരുന്നു. ചിലപ്പോൾ റബ്ബേ. അവൾ കോണിപ്പടികൾ ഇറങ്ങി പോകുന്നത് ഉമ്മ അറിഞ്ഞു. മുഹ്സിന, എവിടേക്കായി ഇറങ്ങി പോണത്? ഉമ്മ ആകെ ടെൻഷനായി. ഉമ്മ ആരോ വിളിച്ചല്ലോ. ആര് വിളിക്കണേ? ഞാൻ കേട്ടില്ലല്ലോ. അവൾ ആരാണ് വിളിച്ചതെന്നറിയാൻ ഫോൺ എടുക്കുവാൻ വേണ്ടി നിന്നപ്പോഴേക്കും ഉമ്മ അത് വേണ്ട മോളെ ഇങ്ങോട്ട് തന്നാളി, മരുകുട്ടിന് പ്രശ്നത്തിൽ നിൽക്കല്ലേ. ഉമ്മ അത് വാങ്ങി ഉമ്മയുടെ റൂമിൽ കൊണ്ടുപോയി വെച്ചു. അല്ല, ഉമ്മ ഒന്ന് നോക്കി ആരാന്നുള്ളത്. വേണ്ട, ആരാന്നൊന്നും നോക്കണ്ട. എൻ്റെ കുട്ടി എൻ്റെ ഒപ്പം ഇവിടെ വന്ന് കിടന്നോ, അതായിരിക്കും നല്ലത്. ഉമ്മ സിനു ആയിരിക്കും. മുസ്സിയെ പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനി നിൻ്റെ കാക്കാനോട് അടി കിട്ടുപോലുണ്ടാവും കേട്ടോ ഈ ഒരു പറച്ചിൽ. എന്തിനാ മോളെ അങ്ങോട്ട് ഒഴിവാക്കിക്കൂടെ? ഓലായിട്ട്. ഉമ്മ എനിക്ക് കഴിയണില്ല, സിനു ഇല്ലാതെ ജീവിക്കാൻ എനിക്ക് കഴിയണില്ല ഉമ്മ, എൻ്റെ ഉമ്മ. അവൾ പൊട്ടിക്കരഞ്ഞു. ആ നിമിഷം ഉമ്മ ദുആ ചെയ്തു. പടച്ച റബ്ബേ, അല്ലാ ഹൈറാണെങ്കിൽ നീ ഇത് മുന്നോട്ട് കൊണ്ടുപോകുക, ഷർറാണെങ്കിൽ എൻ്റെ കുട്ടിയുടെ മനസ്സിൽ നിന്ന് അവൻ്റെ ആ ചിന്ത നീ മായ്ച്ചു കളയല്ല. ആ പാതിരാത്രി ഉമ്മ ഹൃദയം പൊട്ടി ദുആ ചെയ്തു. ഇൻഷാ അല്ലാ നാളെയാണ് റിസൾട്ട് കിട്ടുന്ന ദിവസം. ഇന്ന് വരെ സിനാനെ സ്നേഹിച്ച മുഹ്സിന നാളത്തെ റിസൾട്ട് കിട്ടുമ്പോൾ എന്തായിരിക്കും അവളുടെ ചിന്താഗതി എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒരു ലൈക്ക് തരണേ. പറ്റുമെങ്കിൽ ഒരു കമൻറ്റും. ഇഷ്ടപ്പെട്ടവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്യണേ. ഇൻഷാ അല്ലാ നമുക്ക് പടച്ച റബ്ബ് ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.